Prove that root 3 is an irrational number. First, by contradiction method. Second, long division method. Okay, first നമുക്ക് contradiction method explain ചെയ്യാം. ഇത് contradiction മെത്തേഡിനെ നമുക്ക് രണ്ട് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് എന്താണോ പ്രൂവ് ചെയ്യേണ്ടത് അതിൻ്റെ ഓപ്പോസിറ്റ് അസ്യൂം ചെയ്യാം. ഓക്കെ, സെക്കൻഡ് പാർട്ടിൽ നമ്മൾ എന്താണോ അസ്യൂം ചെയ്തത് അത് റോങ് ആണെന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ, സോ നമ്മളെ റിക്വയർഡ് റിസൾട്ട് അത് റോങ് ആണെങ്കിൽ നമ്മൾ റിക്വയർഡ് റിസൾട്ടിലേക്ക് വരും. ഓക്കെ, അതായത് ഫസ്റ്റ് പാർട്ടിൽ നമ്മളെന്താ ചെയ്തത്, നമ്മൾ എന്താണോ പ്രൂവ് ചെയ്യേണ്ടത് അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ അസ്യൂം ചെയ്യണമെന്നാണ് പറഞ്ഞത് അല്ലേ. അതായത് ഇവിടെ എന്താണ്, പ്രൂവ് ദാറ്റ് റൂട്ട് 3 ഇസ് ആൻ ഇറാഷണൽ നമ്പർ. ഇതാണ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ റൂട്ട് 3 ഇറാഷണൽ നമ്പർ ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, സോ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്, റൂട്ട് 3 റാഷണൽ നമ്പറാണ്. സോ റൂട്ട് 3 ഒരു റാഷണൽ നമ്പറാണെന്ന് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ അസ്യൂം ചെയ്യാം. ഓക്കെ, എന്നിട്ട് സെക്കൻഡ് പാർട്ടിൽ എന്താണ്, നമ്മൾ എന്താണോ അസ്യൂം ചെയ്തത് അത് റോങ് ആണെന്ന് പ്രൂവ് ചെയ്യുക. അതായത് റൂട്ട് 3 റാഷണൽ നമ്പർ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തത് റോങ് ആണെന്ന് പ്രൂവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ റിക്വയർഡ് റിസൾട്ടിലേക്ക് എത്തൂലേ. ഇതാണ് കോൺട്രഡിക്ഷൻ മെത്തേഡ്. ഫസ്റ്റ് വി വിൽ അസ്യൂം ദ ഓപ്പോസിറ്റ് ഓഫ് വാട്ട് വി വാണ്ട് ടു പ്രൂവ് ആൻഡ് ദെൻ അറ്റ് ദ എൻഡ് വി വിൽ പ്രൂവ് ദാറ്റ് വാട്ട് വി അസ്യൂം ഇസ് റോങ് ആൻഡ് ഫൈനലി we will come in position to prove the required result. Okay, so step 1 എന്തായിരിക്കും, നമുക്ക് ഇവിടം വരെ ഫസ്റ്റ് പാർട്ട് കോൺട്രഡിക്ഷൻ മെത്തേഡിലെ ഫസ്റ്റ് പാർട്ടായിട്ട് എടുക്കാം. അതായത് എന്താണ്, ഫസ്റ്റ് വി വിൽ അസ്യൂം ദ ഓപ്പോസിറ്റ് ഓഫ് വാട്ട് വി വാണ്ട് ടു പ്രൂവ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്, റൂട്ട് 3 ഈസ് ആൻ ഇറാഷണൽ നമ്പറാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, സോ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്, റൂട്ട് 3 ഈസ് എ റാഷണൽ നമ്പർ അല്ലേ. സോ ഫസ്റ്റ് സ്റ്റെപ്പ് അസ്യൂം റൂട്ട് 3 ഈസ് എ റാഷണൽ നമ്പർ. ഓക്കെ, സ്റ്റെപ്പ് 2 ഡിഫൈൻ റൂട്ട് 3. ഓക്കെ, ആൻഡ് റൂട്ട് 3 റാഷണൽ നമ്പർ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ എന്താണ് റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ, റാഷണൽ നമ്പർ ഇസ് എ നമ്പർ ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ദ ഫോം p/q where p and q are co-primes. P and Q are co-primes and denominator should not be equal to 0 അല്ലേ, Q not equal to 0. ഓക്കെ, ഇതാണ് റാഷണൽ നമ്പർ. സോ റൂട്ട് 3 ഈക്വൽ ടു p/q where p and q are co-primes and q not equal to 0 എന്ന് നമുക്ക് റൂട്ട് 3 ഡിഫൈൻ ചെയ്യാം അല്ലേ. കോപ്രൈംസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കോപ്രൈംസ് എന്ന് പറഞ്ഞാൽ p and qന് 1 അല്ലാതെ വേറെ കോമൺ ഫാക്ടേഴ്സ് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം, ഇപ്പോൾ 14,15. ഓക്കെ, 14,15ന് 1 അല്ലാതെ വേറെ കോമൺ ഫാക്ടേഴ്സ് ഇല്ലല്ലോ. അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ കോപ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഇൻറ്റിജേഴ്സ് എല്ലാം കോപ്രൈം ആയിരിക്കും. ഓക്കെ, അതായത് ഇപ്പോൾ 2,3 കോപ്രൈം നമ്പേഴ്സ് ആയിരിക്കും, കാരണം 2നും 3ക്കും 1 അല്ലാതെ കോമൺ ഫാക്ടേഴ്സ് വേറെ ഇല്ല. അതേപോലെ പ്രൈം നമ്പേഴ്സും കോപ്രൈം നമ്പേഴ്സാണ്. കാരണം ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം, 7,11 7 and 11ന് 1 അല്ലാതെ കോമൺ ഫാക്ടർ വേറെ ഇല്ല അല്ലേ. ഓക്കെ, അപ്പോൾ അതാണ് കോപ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ, കോപ്രൈം നമ്പേഴ്സിന് 1 അല്ലാതെ വേറെ കോമൺ ഫാക്ടേഴ്സ് ഇല്ല. അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ കോപ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കോൺട്രഡിക്ഷൻ മെത്തേഡിൻ്റെ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ചെയ്തു. എന്താണ്, നമ്മൾ എന്താണോ പ്രൂവ് ചെയ്യേണ്ടത് അതിൻ്റെ ഓപ്പോസിറ്റ് അസ്യൂം ചെയ്തു, അതിനെ ഡിഫൈൻ ചെയ്തു അല്ലേ. ഇനി സെക്കൻഡ് പാർട്ടിൽ പി ആൻഡ് ക്യൂ കോപ്രൈം നമ്പേഴ്സ് അല്ല എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സ്ക്വയറിങ് ബോത്ത് സൈഡ് ഇക്വേഷൻ നമ്പർ 1 രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യുക. അതായത് റൂട്ട് 3 സ്ക്വയർ ഈക്വൽ ടു p/q whole square. Root 3 square is 3 equal to p square by q square. So cross multiply ചെയ്യുക, 3 into q square is equal to p square. Implies p square is equal to 3q square. Equation number 2 മാർക്ക് ചെയ്യുക. നെക്സ്റ്റ് RHS of equation 2. ഇവിടെ ഇക്വേഷൻ 2ൻ്റെ RHS എന്താണ്, 3q സ്ക്വയർ എന്നാണ് അല്ലേ. 3q സ്ക്വയർ വിച്ച് ഈസ് സെയിം ആസ് 3 into q സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, RHS ഇത് മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്
അല്ലേ? RHS is a multiple of 3 ആണ്. 3 into Q square. So RHS of equation 2 is a multiple of 3. RHS multiple of 3 ആണെങ്കിൽ LHS of equation 2 multiple of 3 ആയിരിക്കും അല്ലേ? എന്താ റീസൺ? LHS ആൻഡ് RHS of any equations are equal. ഓക്കെ, സോ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. LHS of equation 2 is a multiple of 3. സോ LHS of equation 2 എന്ന് പറഞ്ഞാൽ P square അല്ലേ? P square is a multiple of 3. P square 3ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ P എന്തായാലും 3ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും അല്ലേ? അതായത് P square is a multiple of 3 implies P is a multiple of 3, which implies P is equal to 3 into M. M എന്ന് പറഞ്ഞാൽ some integer. P is equal to 3M. M is any integer. ഇത് ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് മാർക്ക് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇപ്പോൾ ഇക്വേഷൻ നമ്പർ 2ൽ പി സ്ക്വയർ ഇസ് ഈക്വൽ ടു 3Q സ്ക്വയർ എന്നാണ് അല്ലേ? ഇവിടെ പിക്ക് P ഇസ് ഈക്വൽ ടു 3M. ഫ്രം ഇക്വേഷൻ 3ന്ന് P ഇസ് ഈക്വൽ ടു 3M എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, P ഇസ് ഈക്വൽ ടു 3M എന്ന് റീപ്ലേസ് ചെയ്യുക ഇക്വേഷൻ 2ൽ അല്ലേ? സോ P സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3M സ്ക്വയർ ഈക്വൽ ടു 3Q സ്ക്വയർ. 3M ഹോൾ സ്ക്വയറിനെ നമുക്ക് 3 ഇൻറ്റു 3 ഇൻറ്റു M സ്ക്വയർ എന്ന് എഴുതാം അല്ലേ? ഈക്വൽ ടു 3Q സ്ക്വയർ. സോ ഈ 1 3 നമുക്ക് ക്യാൻസൽ ചെയ്യാം. 3M സ്ക്വയർ ഈക്വൽ ടു Q സ്ക്വയർ എന്ന് കിട്ടി. ഇക്വേഷൻ നമ്പർ 4 ആയിട്ട് മാർക്ക് ചെയ്യാം. ഇക്വേഷൻ 4ൽ LHS നോക്കി. LHS എന്താണ്? 3M സ്ക്വയർ ആണ് അല്ലേ? സോ LHS ഓഫ് ഇക്വേഷൻ 4 ദാറ്റ് ഇസ് 3M സ്ക്വയർ ഈക്വൽ ടു എന്താണ്? 3 ഇൻറ്റു M സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് LHS ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. 3 ഇൻറ്റു സംതിങ് ആണ്. ഇത് നമ്മൾ നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ്. ഇപ്പോൾ LHS ഓഫ് ഇക്വേഷൻ 4 ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 ആണെങ്കിൽ RHS ഓഫ് ഇക്വേഷൻ 4ഉം എന്തായാലും മൾട്ടിപ്പിൾ ഓഫ് 3 ആയിരിക്കും അല്ലേ? എന്താ റീസൺ? LHS ആൻഡ് RHS ഓഫ് എനി ഇക്വേഷൻസ് ആർ ഈക്വൽ. LHS ഓഫ് ഇക്വേഷൻ 4 ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 implies RHS ഓഫ് ഇക്വേഷൻ 4 ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ 4ൻ്റെ RHS എന്താണ്? Q സ്ക്വയർ. സോ ദിസ് implies Q സ്ക്വയർ ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. Q സ്ക്വയർ 3ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ Q എന്തായാലും 3ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും അല്ലേ? സോ Q സ്ക്വയർ ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 implies Q ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. Q ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 എന്നത് നമ്മൾ ഇക്വേഷൻ നമ്പർ 5 ആയിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഇക്വേഷൻ 3യും ഇക്വേഷൻ നമ്പർ 5ഉം ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. എന്താ ഇക്വേഷൻ നമ്പർ 3? ഇക്വേഷൻ നമ്പർ 3ൽ നമുക്ക് കിട്ടി P ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് കിട്ടി. ഇക്വേഷൻ നമ്പർ 5ൽ നമുക്ക് കിട്ടി Q ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് കിട്ടി. So from equation 3 and 5 we can conclude that P and Q both are multiple of 3. Equation number 1ൽ as per the definition of rational number നമ്മൾ എന്താണ് പറഞ്ഞത്? P and Q are co-prime numbers എന്നാണ് നമ്മൾ assume ചെയ്തത് അല്ലേ? co-prime numbers എന്ന് പറഞ്ഞാൽ എന്താണ്? That means P and Q have no other common factor other than 1. 1 മാത്രമേ common factor ഉള്ളൂ എന്നാണ് നമ്മളിവിടെ പറഞ്ഞത്. ഓക്കെ, ബട്ട് ഇൻ ഇക്വേഷൻ നമ്പർ 5ൽ നമ്മൾ എന്താ പ്രൂവ് ചെയ്തത്? P ആൻഡ് Qന് 3 കോമൺ ഫാക്ടർ ആണെന്ന് പ്രൂവ് ചെയ്തു അല്ലേ? P ആൻഡ് Qന് അതർ ദാൻ 1 3യും കോമൺ ഫാക്ടർ ആണെന്ന് പറഞ്ഞാൽ വിച്ച് ഇംപ്ലൈസ് P ആൻഡ് Q കോപ്രൈം നമ്പേഴ്സ് അല്ല എന്നല്ലേ? ഫോർ ദ ഡെഫിനിഷൻ ഓഫ് റാഷണൽ നമ്പർ ഇസ് എ നമ്പർ വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ദ ഫോം P by Q where P ആൻഡ് Q ആർ കോപ്രൈംസ് എന്നുണ്ട്. ഓക്കെ, സോ വിച്ച് ഇംപ്ലൈസ് സോ ഇവിടെ P ആൻഡ് Q കോപ്രൈം നമ്പേഴ്സ് അല്ലെങ്കിൽ ദാറ്റ് ഇംപ്ലൈസ് √3 ഇസ് നോട്ട് എ റാഷണൽ നമ്പർ. ഓക്കെ, വിച്ച് മീൻസ് √3 ഇസ് ആൻ ഇറാഷണൽ നമ്പർ. P and Q both are multiple of 3 implies P and Q are not coprime numbers. So this statement contradicts our supposition that √3 is rational. Hence we can conclude that √3 is an irrational number. Okay. ഇനി നമുക്ക് നെക്സ്റ്റ് ലോങ് ഡിവിഷൻ മെത്തേഡിൽ √3 ഇറാഷണൽ നമ്പർ ആണെന്ന് പ്രൂവ് ചെയ്യാം. ലോങ് ഡിവിഷൻ മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ
ഇറാഷണൽ നമ്പർ ആണെങ്കിൽ നമുക്ക് ഏത് ടൈപ്പ് ഡെസിമൽ എക്സ്പാൻഷൻ ആണ് കിട്ടുക എന്നുള്ളത് നോക്കാം. ഓക്കെ, ടൈപ്സ് ഓഫ് ഡെസിമൽ നമ്പേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ 3 എക്സാമ്പിൾസ് കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 5/2. 5/2 ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 2.5 എന്ന് വന്നു അല്ലേ? 2.5 എന്ന് പറഞ്ഞു. റിമൈൻഡർ 0 ആണ്. അതായത് ഇത് ടെർമിനേറ്റ് ചെയ്തു അല്ലേ? ടെർമിനേറ്റിംഗ് നമ്പറാണ് അല്ലേ? സോ 5/2 ചെയ്താൽ നമുക്ക് ടെർമിനേറ്റിംഗ് ഡെസിമൽ നമ്പറിനാണ് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് എക്സാമ്പിൾ നോക്കാം. 1/3 ഡിവൈഡ് ചെയ്തപ്പോൾ ഇവിടെ റിമൈൻഡർ 0 കിട്ടിയിട്ടില്ല, വിച്ച് മീൻസ് ഇത് ടെർമിനേറ്റ് ചെയ്യുന്നില്ല അല്ലേ? ഇതിപ്പോൾ 0.333 എന്ന് അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ നിൽക്കുക ചെയ്യുന്നത്. സോ ഇവിടെ എന്ത് നമ്പറാണ്? നോൺ ടെർമിനേറ്റിംഗ് ആണ്. നോൺ ടെർമിനേറ്റിംഗ് മാത്രമാണോ? ഇവിടെ നോക്കിയേ 0.333, അതായത് 33 എന്ന് പറയുന്നത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ നിൽക്കുക. ആ പാറ്റേൺ അവിടെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ നിൽക്കുക. ഈക്വൽ ടു 0.3 ബാർ അല്ലേ? ഓക്കെ, സോ നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗ് ഓർ റെക്കറിംഗ് ഡെസിമൽ. ഇനി തേർഡ് ടൈപ്പ് നോക്കാം. പൈൻ്റെ വാല്യൂ എന്താണ്? 3.14159265 എക്സെട്ര. അത് ടെർമിനേറ്റ് ചെയ്യുന്നില്ല അല്ലേ? സോ ഇറ്റ് ഈസ് നോൺ ടെർമിനേറ്റിംഗ്. ഇനി നെക്സ്റ്റ് ആഫ്റ്റർ ഡെസിമൽ ഏതെങ്കിലും പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ നോക്കാം. ഇവിടെ നോക്കി ആഫ്റ്റർ ഡെസിമൽ 3 റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ നിൽക്കുക. ഇവിടെ ആഫ്റ്റർ ഡെസിമൽ ഒരു പാറ്റേണും റിപ്പീറ്റും ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് നോൺ റിപ്പീറ്റിംഗ് ഓർ നോൺ റെക്കറിംഗ് ഡെസിമൽ. ഫസ്റ്റ് ടൈപ്പിൽ ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ കിട്ടി. സെക്കൻഡ് ടൈപ്പിൽ നോൺ ടെർമിനേറ്റിംഗ് ബട്ട് റിപ്പീറ്റിംഗ്, അതായത് നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റെക്കറിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ കിട്ടി. തേർഡ് ടൈപ്പിൽ നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് നോൺ റിപ്പീറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ കിട്ടി. ഇതിനകത്ത് ഈ ഫസ്റ്റ് 2 ടൈപ്പ് ഡെസിമൽ എക്സ്പാൻഷൻ, അതായത് ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷനും നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷനും ആണെങ്കിൽ ദേ കംസ് അണ്ടർ റാഷണൽ നമ്പർ. ഇനി ഡെസിമൽ എക്സ്പാൻഷൻ നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് നോൺ റിപ്പീറ്റിംഗ് പാറ്റേൺ ആണെങ്കിൽ ഇതിനെയാണ് ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. നമ്മളിവിടെ പ്രൂവ് ചെയ്യേണ്ടത് √3 ഈസ് ആൻ ഇറാഷണൽ നമ്പർ എന്നാണ് അല്ലേ? ഓക്കെ, √3 എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് 3. ഓക്കെ, അപ്പോൾ നമ്മൾ ലോങ് ഡിവിഷൻ മെത്തേഡിലൂടെ 3ൻ്റെ സ്ക്വയർ റൂട്ട് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിൻ്റെ ആ ഡെസിമൽ എക്സ്പാൻഷൻ നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് നോൺ റിപ്പീറ്റിംഗ് ഓർ നോൺ റെക്കറിംഗ് പാറ്റേണിലാണെങ്കിൽ നമുക്ക് പറയാം √3 ഈസ് ആൻ ഇറാഷണൽ നമ്പർ എന്ന് അല്ലേ? സ്ക്വയർ റൂട്ട് ഓഫ് 3 ഇറാഷണൽ നമ്പർ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. ഓക്കെ, ഇറാഷണൽ നമ്പേഴ്സ്, നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് നോൺ റിപ്പീറ്റിംഗ് ഡെസിമൽ നമ്പേഴ്സ്. ഓക്കെ, ഇനി നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഡിവിഡൻഡ് എന്താണ്? ഇവിടെ ഡിവിഡൻഡ് 3 അല്ലേ? 3. നെക്സ്റ്റ് ഡിവൈസർ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഡിവൈസറിൻ്റെ കണ്ടീഷൻ എന്താണ്? സ്ക്വയർ ഓഫ് ഡിവൈസർ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. അതായത് ഡിവൈസർ സ്ക്വയർ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. ഇതാണ് കണ്ടീഷൻ അല്ലേ? ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് 1 നോക്കാം. 1 സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്പർ 2 സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 3 ആണ്. സോ ഇവിടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സോ നമ്മളുടെ ഡിവൈസർ എന്താണ്? 1. സോ ഡിവൈസർ ഇസ് 1. നെക്സ്റ്റ് നമ്മൾ നോർമൽ ഡിവിഷൻ 1 ഇൻറ്റു 1 അല്ലേ? 1 ഇൻറ്റു 1 1. 3 മൈനസ് 1 ഇസ് 2. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ബ്രിങ് ഡൗൺ ദ നമ്പർ വിച്ച് ഈസ് അണ്ടർ ദ ബാർ ടു ദ റൈറ്റ് ഓഫ് ദ റിമൈനിങ്. സോ നമ്മളുടെ ന്യൂ ഡിവിഡൻഡ് 200. അപ്പോൾ ഇവിടെ ആഫ്റ്റർ 3 ഒരു പോയിൻ്റ് ഉണ്ട് അല്ലേ? സോ ആ പോയിൻ്റ് നമ്മൾ ക്വോഷ്യൻറ്റിലും കൊടുക്കുക. സോ നമ്മളുടെ ന്യൂ ഡിവിഡൻഡ് എന്താണ്? 200. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിവൈസർ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഡിവൈസർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡബിൾ ദ കോഷ്യൻറ്റ്. ഓക്കെ, ഇവിടെ കോഷ്യൻറ്റ് എന്താണ്? 1. ഡബിൾ ചെയ്യുക. ദാറ്റ് ഇസ് 2 ഇൻറ്റു 1. 2 ഇൻറ്റു 1 ഇസ് ഈക്വൽ ടു 2 അല്ലേ? സോ ഡബിൾ ദ കോഷ്യൻറ്റ് and enter with a blank space on the right side. അതായത് എന്താണോ കോഷ്യൻ്റ് ആ കോഷ്യൻറ്റിനെ ഡബിൾ ചെയ്തിട്ട് അതിൻ്റെ യൂണിറ്റ്സ് ഡിജിറ്റിൽ ഒരു സ്പേസ് ബ്ലാങ്ക് സ്പേസ് കൊടുക്കുക. ഇനി നമ്മൾ നെക്സ്റ്റ് എയിം ഈ യൂണിറ്റ്സ് ഡിജിറ്റ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, ഇനി യൂണിറ്റ്സ് ഡിജിറ്റിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു നമ്പർ അസ്യൂം ചെയ്യാം. ലെറ്റ് എക്സ് ബി ദ യൂണിറ്റ്സ് ഡിജിറ്റ്. അങ്ങനെയാണെങ്കിൽ 2x ഇൻറ്റു എക്സ്.
ഓക്കെ, ആ സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ദ നമ്പർ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡിവിഡൻഡ്. അതായത് 2x ഇൻറ്റു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 200 ആയിരിക്കണം. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ എക്സിന് ഓരോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇവിടെ വെൻ എക്സ് ഈക്വൽ ടു 7 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 27 ഇൻറ്റു 7 ഈക്വൽ ടു 189 ആണ് കിട്ടുന്നത്. നമ്പർ ലെസ് ദാൻ 200 ആണ് അല്ലേ, കണ്ടീഷൻ സാറ്റിസ്ഫൈഡ്. ഇനി നെക്സ്റ്റ് വെൻ എക്സ് ഈക്വൽ ടു 8 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് 28 ഇൻറ്റു 8 ഇസ് ഈക്വൽ ടു 224 എന്നാണ് വരുന്നത്, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 200 ആണ്. സോ നമ്മളെ കണ്ടീഷൻ അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സോ നമ്മളെ നമ്പർ എന്താണ്? 27. സോ ന്യൂ ഡിവിഡൻഡ് 200ഉം ഡിവൈസർ 27ഉം കിട്ടി. സോ കോഷ്യന്റിൻ്റെ സെക്കൻഡ് ഡിജിറ്റും 7 തന്നെ. ഓക്കെ, നെക്സ്റ്റ് നോർമൽ ഡിവിഷൻ 27 ഇൻറ്റു 7 ഈക്വൽ ടു 189. സബ്ട്രാക്ട് ചെയ്യുക. 10 മൈനസ് 9 1, 9 മൈനസ് 8 1. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഇനി നെക്സ്റ്റ് നമ്മൾ നേരത്തെ ചെയ്ത് തന്നെ റിപ്പീറ്റ് ചെയ്യുക. അതായത് നെക്സ്റ്റ് ഈ ബാറിലുള്ള നമ്പേഴ്സിന് കൊണ്ടുവരിക 0 0. സോ ന്യൂ ഡിവിഡൻഡ് എന്താണ്? 1100. നെക്സ്റ്റ് ഡിവൈസർ ഫൈൻഡ് ഔട്ട് ചെയ്യുക. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇവിടെ കോഷ്യൻ്റ് എന്താണ്? 17. 1.7 എടുക്കേണ്ട 17 എടുക്കുക. സോ 2 ഇൻറ്റു ഡബിൾ ചെയ്യുക. നമ്മളെ കോഷ്യൻറ്റിന് ഡബിൾ ചെയ്യുക. 2 ഇൻറ്റു 17 34. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? അതിൻ്റെ യൂണിറ്റ്സ് പ്ലേസിൽ ഒരു ഡാഷ് പ്ലേസ് ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഈ യൂണിറ്റ്സ് ഡിജിറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. 3 4 യൂണിറ്റ്സ് ഡിജിറ്റിൽ നമ്മൾ 3 കൊടുത്താൽ ഇൻറ്റു 3 ആ സെയിം നമ്പറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 1029 വരും, വിച്ച് ഈസ് ലെസ് ദാൻ 1100 അല്ലേ. നമ്മളെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി നമ്മളിപ്പം യൂണിറ്റ്സ് ഡിജിറ്റിൽ 4 കൊടുത്താൽ 1100ന് ഗ്രേറ്റർ ആയിട്ടുള്ള നമ്പറാണ് വരിക. നമ്മളെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യൂല. ഓക്കെ, സോ യൂണിറ്റ്സ് ഡിജിറ്റിൽ 3. സോ ന്യൂ ഡിവൈസർ 343. ഇനി നെക്സ്റ്റ് എന്താണ്? ഈ സെയിം നമ്പർ നമ്മൾ കോഷ്യൻറ്റിൻ്റെ നെക്സ്റ്റ് ഡിജിറ്റ് അല്ലേ. ഇനി 343 ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു 1029. നെക്സ്റ്റ് സബ്ട്രാക്ട് ചെയ്യാം. 10 മൈനസ് 9 1, 9 മൈനസ് 2 7 0. നെക്സ്റ്റ് സ്റ്റെപ്പ് നെക്സ്റ്റ് 0 0 അല്ലേ, 0 0. സോ ന്യൂ ഡിവിഡൻഡ് എന്താണ്? 7100. നെക്സ്റ്റ് ഡിവൈസറിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതിന് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? കോഷ്യൻറ്റിന് ഡബിൾ ചെയ്യുക. ഇവിടെ കോഷ്യൻ്റ് 1.73, നമ്മൾ 173 എടുക്കുക. 2 ഇൻറ്റു 173 ഈക്വൽ ടു 346. യൂണിറ്റ്സ് ഡിജിറ്റിൽ ഒരു ഡാഷ് പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇനി 346 നമുക്ക് എക്സ് എടുത്താൽ യൂണിറ്റ്സ് ഡിജിറ്റിൽ എക്സ് ഇൻറ്റു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡിവിഡൻഡ് 7100. ഇതാണ് നമ്മളെ കണ്ടീഷൻ. ഇനി നമ്മൾ എക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. എക്സിന് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 3462 ഇൻറ്റു 2 ഇസ് ഈക്വൽ ടു 6924 നമുക്ക് കിട്ടും അല്ലേ, വിച്ച് ഈസ് ലെസ് ദാൻ 7100. കണ്ടീഷൻ സാറ്റിസ്ഫൈഡ്. സോ നമ്മളുടെ ന്യൂ ഡിവൈസർ എന്താണ്? 3462 യൂണിറ്റ്സ് ഡിജിറ്റിൽ 2. നെക്സ്റ്റ് ഈ സെയിം 2 അതാണ് നമ്മളെ നെക്സ്റ്റ് കോഷ്യൻറ്റിലെ നെക്സ്റ്റ് ടേം അല്ലേ. ഇനി 3462 ഇൻറ്റു 2 6924. സബ്ട്രാക്ട് ചെയ്യാം. 10 മൈനസ് 4 6, 9 മൈനസ് 2 7, 10 മൈനസ് 9 1. നെക്സ്റ്റ് സ്റ്റെപ്പ് നെക്സ്റ്റ് ബാറിലുള്ള നമ്പേഴ്സിനെ കൊണ്ടുവരാം. സോ ന്യൂ ഡിവിഡൻഡ് എന്താണ്? 17600. നെക്സ്റ്റ് ഡിവൈസറിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുക. സോ അതിന് നമ്മൾ കോഷ്യൻറ്റിനെ ഡബിൾ ചെയ്യുക അല്ലേ. ഫസ്റ്റ് നമ്മൾ കോഷ്യൻറ്റിനെ ഡബിൾ ചെയ്യുക. ഹിയർ കോഷ്യൻറ്റ് ഈക്വൽ ടു 1732 3464 വരും. ഓക്കെ, എൻ്റെ എന്ത് ചെയ്യുക? അതിൻ്റെ യൂണിറ്റ്സ് പ്ലേസിൽ ഒരു ഡാഷ് പ്ലേസ് ചെയ്യുക. ഇനി ഈ നമ്പർ ഫൈൻഡ് ഔട്ട് ചെയ്യുക.
3464 എക്സിന് അസ്യൂം ചെയ്താൽ എക്സ് ഇൻറ്റു എക്സ് ചെയ്താൽ ദ വാല്യൂ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡിവിഡൻഡ് 17600. ഇതാണ് കണ്ടീഷൻ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 3464 when x equal to 1. 1 into 1 is equal to 34641. ഈ നമ്പർ ഗ്രേറ്റർ ദാൻ 17600 ആണ് അല്ലേ? കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സോ എക്സിൻ്റെ നമ്പർ എന്തായിരിക്കും? 0 അല്ലേ? 34640 ഇൻറ്റു 0 ഇസ് ഈക്വൽ ടു എന്ത് വരും? 0 വരും. ഓക്കെ, 0. സോ സെയിം നമ്പർ അതായിരിക്കും കോഷ്യൻറ്റിലെ നെക്സ്റ്റ് ഡിജിറ്റ് അല്ലേ? ഓക്കെ, 0 ഇൻറ്റു 34640 ഇസ് ഈക്വൽ ടു 0. നെക്സ്റ്റ് സബ്ട്രാക്ട് ചെയ്യുക. 17600 മൈനസ് 0 ഇസ് ഈക്വൽ ടു 17600. നെക്സ്റ്റ് എന്ത് ചെയ്യേണ്ടത്? നെക്സ്റ്റ് സെയിം സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്യും. സോ നമ്മൾ റിമൈൻഡർ 0 ആവുന്നില്ല, അതായത് അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ നിൽക്കും. അതായത് നമ്മളെ ഡെസിമൽ എക്സ്പാൻഷൻ നോൺ ടെർമിനേറ്റിംഗ് ആണ്. അതേപോലെ ഇവിടെ ഏതെങ്കിലും ഒരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? 1.7320 എക്സെട്ര. ഇവിടെ ഒരു പാറ്റേണും റിപ്പീറ്റ് ചെയ്യുന്നില്ല അല്ലേ? സോ നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് നോൺ റിപ്പീറ്റിംഗ് പാറ്റേൺ ആണ്. 3ൻ്റെ സ്ക്വയർ റൂട്ട് ഫൈൻഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്, വിച്ച് മീൻസ് ഇറ്റ് ഈസ് ആൻ ഇറാഷണൽ നമ്പർ. √3 is equal to 1.7320, which is non-terminating and non-repeating decimal number, non-repeating or non-recurring decimal number, which implies √3 is an irrational number.